മകളുടെ വേർപാടിനൊപ്പം പീഡനങ്ങളുടെ ദീർഘമായ സമ്മർദ്ദമാണ് ബിജി നേരിട്ടത്. മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ. എന്നാൽ ദൈവമഹത്വം ദർശിച്ചതിൻ്റെ ഊർജം അത്തരം അവശതകളെയെല്ലാം കീഴടക്കി. തുടർ ജീവിതത്തിൽ പുതിയ കാഴ്ചകളും മേഖലകളും സാധ്യതകളും തുറന്നുവച്ചിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ മരണശേഷം ഒരുപാട് പീഡകളിലൂടെ, രോഗപീഡകളിലൂടെ ഞാൻ കടന്നു പോകാനിടയായി. കിഡ്നി സംബന്ധമായ അസുഖം, അതിന് ട്രീറ്റ്മെൻറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ വിവിധ വൈദ്യന്മാരുടെ അടുത്ത് ഒറ്റമൂലി ചികിത്സയ്ക്കായിട്ട് പോയി. ദൈവം തന്നെ അതിൽ നിന്ന് എനിക്കൊരു സൗഖ്യം നൽകി എന്നുള്ളതാണ്. പിന്നീട് നട്ടെല്ല് സംബന്ധമായ അസുഖത്തിന് ഏതാണ്ടൊരു 3 മാസക്കാലം ഞാൻ ഫുള്ള് ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു. 3 മാസക്കാലം. ആ 3 മാസക്കാലം ഒരുപാട് കഷ്ടതയിലൂടെയും വേദനയിലൂടെയും അതുപോലെ തന്നെ സാമ്പത്തികമായ പീഡകളിലൂടെയുമൊക്കെ ഞാനും എൻ്റെ കുടുംബവും കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞ് നല്ല ഒരു മകൻ, ആരോഗ്യമുള്ള ഒരു മകനെ കർത്താവ് ഞങ്ങൾക്ക് നൽകി എന്നുള്ളതാണ്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരന്തരീക്ഷം വീണ്ടും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. ആ സമയങ്ങളിലെല്ലാം പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഒരു ദിവസം പോലും എനിക്ക് മുടക്കം വരുത്തുവാൻ ഇടയായിട്ടില്ല. ആ 3 മാസക്കാലം, ആ കിടപ്പിൻ്റെ 3 മാസക്കാലം മാത്രമേ എനിക്ക് ശുശ്രൂഷ ചെയ്യാതിരിക്കാൻ സാധിച്ചുള്ളൂ. ബാക്കിയുള്ള എല്ലാ നിമിഷങ്ങളിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ വേദനകൾ, നടുവിൻ്റെ ശക്തമായ വേദനകളുണ്ടാകും. അപ്പോഴെല്ലാം കർത്താവിൻ്റെ പീഡകളോട് എൻ്റെ ജീവിതത്തെ ഞാൻ ചേർത്ത് വെക്കും. എന്നും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും എഴുന്നേറ്റാൽ ഉടൻ തന്നെ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയും. അതുപോലെ തന്നെ ജീവിതത്തിൽ വന്ന ചെറിയ ചെറിയ തെറ്റുകൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും. കാരണം ഓരോ ദിവസവും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകളിലേക്കൊക്കെ വീണു പോകും. ആർക്കെങ്കിലും അതൊരു വേദനയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് അത് ഇടർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ഓർത്ത് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കും. സാധിക്കുന്നിടത്തോളം എല്ലാ മക്കളോടും രമ്യതപ്പെടുവാൻ ഞാൻ ശ്രമിക്കും. അവരുടെ അടുത്ത് പോകും, അവരോട് സംസാരിക്കും, അവരുമായിട്ട് ഇടപെടും. അതുപോലെ തന്നെ ഈ രോഗപീഠകളുള്ള സമയത്തും ദൈവവചന ശുശ്രൂഷ അത് അസ്ഥിയിൽ പിടിച്ചൊരു ക്യാൻസർ പോലെയാണ്. ഒരു ദിവസം ആരോടെങ്കിലും എൻ്റെ കർത്താവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ ഉള്ളിൽ വളരെ ഒരു വേദനയും നിരാശയും എൻ്റെ ജീവിതത്തിലുണ്ടാകും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നിൽ നിന്ന് വചനം കേട്ട മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഞാനുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ എന്നെ ഏത് സഹായത്തിനും ഓടിയെത്തുന്ന, പ്രത്യേകിച്ച് എൻ്റെ അയൽവക്കക്കാരായ എല്ലാവരും വിജാതീയരായ മക്കളാണ് എൻ്റെ വീടിൻ്റെ ചുറ്റും ഭൂരിഭാഗമുള്ളത്. എൻ്റെ എല്ലാ ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് ഞാൻ അതിരപ്പള്ളി ആദിവാസി മേഖലകളിൽ ഒരു 23-24 വർഷത്തോളമായി അവരുടെ ഇടയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. അവരുടെ കുടിലുകളിൽ പോകും. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ, ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള സാധനം വേണം, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, പുതപ്പ്, മരുന്ന്, അങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾ അവരെന്നോട് പറയും. ഒരു വലിയൊരു ഒരു അധികാരം ഉള്ളവരെ പോലെയാണ് അവരെൻ്റെ അടുത്ത് പെരുമാറുന്നത്. അവരെനിക്ക് ആഹാരം വെച്ച് തരും, ഞാനത് സന്തോഷത്തോടെ കഴിക്കും. അവർക്ക് ആവശ്യമായ സാധനം പിറ്റത്തെ പ്രാവശ്യം ഞാൻ അവർക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസർ എന്നോട് പറഞ്ഞു, ബ്രദർ, ഇവർക്ക് ഭക്ഷണവും വസ്ത്രവും മാത്രവും കൊടുത്താൽ പോരാ, ഇവർക്ക് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയാണ്. കാരണം ഈ കുട്ടികളെ കൊണ്ടുവരിക, ഇവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവർക്ക് പഠിക്കണമെന്ന് യാതൊരു ആഗ്രഹമുള്ള വ്യക്തികളല്ല. അപ്പം ഈ ഫോറസ്റ്റ് ഓഫീസറുടെ നിർബന്ധം മുഖാന്തരമാണ് ഞാൻ അവിടെ പോകുന്നത്. ഈ കുട്ടികളെ, കുറച്ച് കുട്ടികളെ എടുത്തു ഒരു ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കി. അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവരെ പഠിക്കുന്നത് കണ്ടപ്പം കൂടുതൽ ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്തോ ദൈവം എന്നെ മറ്റൊരു മേഖലയിലേക്ക് തിരിച്ചു വിടുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ആ കൂടുതൽ കുട്ടികളെ പിറ്റത്തെ വർഷം എടുത്തു. വിവിധ ഹോസ്റ്റലുകളിൽ നിർത്താൻ തുടങ്ങി. ഞാനൊരു ഓർഫനേജ് നടത്തുന്ന ഒരു വ്യക്തി അല്ല.
അതിനോട് ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ഒരുപാട് സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്റ്റലുകളുണ്ട്, നമ്മുടെ അൽമായ ശുശ്രൂഷകർ നടത്തുന്ന ഹോസ്റ്റലുകളുണ്ട്. ഈ ഹോസ്റ്റലുകളിൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ടേ കൊടുക്കും. അവരുടെ ആവശ്യങ്ങൾ മുഴുവനും, അവരുടെ വസ്ത്രങ്ങൾ, എഡ്യൂക്കേഷൻ്റേത്, മെഡിസിൻ്റേത്, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. ഇതിനൊക്കെ എന്നെ സഹായിക്കുന്ന എനിക്ക് കുറേ നല്ലവരായ കൂട്ടുകാരെനിക്കുണ്ട്. ബിജി ബ്രദറിൻ്റെ കൂടെയുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കാര്യമായിട്ടൊക്കെ ഒന്നും ഇറങ്ങാത്തൊരു ടീമാണ്. എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ബ്രദറിൻ്റെ കൂടെ കൂടിയതിന് ശേഷം, കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ധ്യാനത്തിൻ്റെ അന്തരീക്ഷവും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ശുശ്രൂഷകളിലേക്കൊക്കെ കടന്ന ഒരു സമയത്ത് തന്നെ ബ്രദർ എന്തെങ്കിലും ഹെൽപ്പുകൾക്കൊക്കെ ഉള്ളൊരു ആവശ്യത്തിനെന്ന നിലയ്ക്കാണ് എന്നെ ആദ്യമൊക്കെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ പുറത്തേക്കൊന്നും കാര്യമായിട്ട് ഇറങ്ങാത്തൊരു പ്രകൃതമുള്ള മനുഷ്യനാണ്. അപ്പോൾ ബ്രദർ ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ 1-2 പ്രാവശ്യമൊക്കെ പോയി നോക്കുമ്പോഴുണ്ട് വളരെ സന്തോഷമുള്ള അനുഭവങ്ങളായിരുന്നു ബ്രദറിൻ്റെ കൂടെ പോകുമ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദിവാസി കോളനികളുടെ അന്തരീക്ഷത്തിലും തുടർന്നുള്ള ജീവിത ഭാഗങ്ങളിലേക്കൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഒരുപാട് അതായത് എനിക്ക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീവിതാന്തരീക്ഷം കാണുന്നത് തന്നെ. ഒരുപാട് ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ കാട്ടിലെ മക്കളുടെ അടുത്തേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഇതായിരുന്നു അനുഭവം. എന്തെന്ന് പറയും, നമ്മളത് ചിന്തിക്കാത്ത ഒരു അവസ്ഥയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കണ്ടിട്ടുള്ളത്. അവിടെ രോഗികളായിട്ടുള്ള ആൾക്കാർ കിടക്കുന്നതും തീർത്ത് ഒരുപാട് എന്തെന്ന് പറയുക മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട് തീർത്തും അവഗണിക്കപ്പെട്ട മനുഷ്യരുടെ അടുത്തേക്ക് ബ്രദർ പോകുന്ന അന്തരീക്ഷം കാണുമ്പോൾ എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്രിസ്മസ് അതിരപ്പള്ളിക്കാട്ടിലാണ്. ഓരോ പ്രാവശ്യത്തെ ക്രിസ്മസിനും അത് ചാലക്കുടിയിൽ തന്നെയുള്ള ഒരു മുസ്ലിം സഹോദരൻ, അദ്ദേഹത്തിനെയാണ് ഞാൻ ഓർഡർ കൊടുക്കുക. അദ്ദേഹം എനിക്ക് 500 ബിരിയാണി ഉണ്ടാക്കിത്തരും. സാധാരണ കാറ്ററിംഗുകാർ മേടിക്കുന്നതിൻ്റെ പകുതി പൈസയെ അദ്ദേഹം എന്നിൽ നിന്ന് മേടിക്കുള്ളൂ. കാരണം ഈ ആവശ്യമാണ്, ആ മെറ്റീരിയലിൻ്റെ എക്സ്പെൻസ് മാത്രം മേടിക്കും. 500 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കുകയും അതും കൊണ്ട് പോകാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള വിജാതീയരായ കുറേ മക്കൾ, പിന്നെ എൻ്റെ ഇടവകയിൽപ്പെട്ട കുറച്ച് സഹോദരങ്ങൾ സഹായിക്കും. ഇവിടെ ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി അവരെ എല്ലാവരെയും കൂടെ ഞങ്ങൾ വിളിച്ച് ഒന്നിച്ചു കൂട്ടും, ഒന്ന് പ്രാർത്ഥിക്കും. ആ ക്രിസ്മസിൻ്റെ ഒരു ചെറിയ സന്ദേശം ഒരു 15 മിനിറ്റ് ആ മക്കളുമായിട്ട് പങ്കുവയ്ക്കും. അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറിനെ കൊണ്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യിക്കും. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ് ജീവിതത്തിൽ തരിക. ബിജേൻ്റെ എല്ലാ ശുശ്രൂഷകളെ പറ്റിയിട്ടും ഞങ്ങളോട് പറയാറുണ്ട്. ആദിവാസി കോളനിയിലുള്ള ശുശ്രൂഷകളിലൊക്കെ പലപ്പോഴും ഞങ്ങളെയും കൂടി കൊണ്ടുപോകാറുണ്ട്. ഞങ്ങളിതിൽ പങ്കെടുക്കാറുണ്ട്. ഞങ്ങൾ മക്കളെയും കൊണ്ടാണ് ശുശ്രൂഷകളിൽ ആദിവാസി കോളനിയിലേക്കൊക്കെ പലപ്പോഴും മക്കളെയും കൊണ്ടാണ് പോകാറുള്ളത്. പ്രത്യേകിച്ച് ക്രിസ്മസൊക്കെ വരുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ കൂടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറ്. അവർക്ക് ഭക്ഷണം കൊടുക്കും, ഞങ്ങളും കഴിക്കും. അങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാറുള്ളത് അവരുടെ കൂടെയാണ്. തെരുവിലൊക്കെ അലയുന്ന മാനസിക രോഗികളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വണ്ടി നിർത്തി അവർക്ക് ഞാൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കും. ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അവരുമായിട്ടൊരു സ്നേഹത്തിലായി കഴിഞ്ഞ് ഞാൻ എൻ്റെ ഈ അയൽവക്കത്തുള്ള എൻ്റെ കുട്ടികളോട് ഞാൻ പറയും, മക്കളെ ഒരാളെ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ ബ്രദർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ കൂടെയുണ്ട്. അവർ കൂടെ വരും. ഈ രോഗിയെ ഞങ്ങൾ കൊണ്ടുപോകും. മൂലമറ്റം ബിഷപ്പ് ഐലി ഹോസ്പിറ്റലാണ് ഞങ്ങൾ ഭൂരിഭാഗം ആൾക്കാരെ കൊണ്ടുപോവുക. അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിനുശേഷം കപ്പൂച്ചിൻ അച്ഛൻ നടത്തുന്ന അസീസി സ്നേഹാശ്രമം 7-8ഓളം സ്ഥാപനങ്ങളുണ്ട്. വർഷങ്ങൾ മുമ്പായിട്ടും ഞാൻ അവിടെ അച്ഛനെ സഹായിക്കാൻ, ഈ രോഗികളെ കുളിപ്പിക്കാനും തലമുടി വെട്ടുവാനും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ പോകും. അതുപോലെ തന്നെ അവരുടെ ധ്യാനത്തിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകും. അതുപോലെ തന്നെ അവിടുത്തെ സിസ്റ്റേഴ്സിനുമായിട്ടൊരു നല്ലൊരു ബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് ഈ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരെ കൊണ്ടുപോകുന്നത് മൂലമറ്റത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അസീസി സ്നേഹാശ്രമത്തിൽ കൊണ്ടുപോയാക്കും. അതുപോലെ തന്നെ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് ഫ്രണ്ട്സ് ഓഫ് ജീസസ് അത് തുടങ്ങുന്നത് ഒരു ജോസ് മുണ്ടാടൻ അച്ഛനാണ്. ആ അച്ഛൻ്റെ അടുത്ത്
ആ സ്ഥാപനത്തിൽ ഒരിക്കലും ഞാൻ അടൂര് ഒരു ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ കാവേരി ഹോട്ടലിൻ്റെ അരികിൽ KSRTC സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു സഹോദരൻ മുഷിഞ്ഞ വസ്ത്രത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പം അദ്ദേഹം എൻ്റെ നേരെ കൈനീട്ടിയിട്ട് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് പോരാനുള്ള തിരക്കിൽ ഞാൻ ഒന്നും കൊടുക്കാതെ ബസ്സിലേക്ക് കയറാൻ ഓടിച്ചെന്നപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം, എന്താണ് നിനക്കൊന്നും ഇല്ല എന്ന് നീ പറഞ്ഞത്? നിനക്കെന്താ ഇല്ലാത്തത്? നീ അതെന്നോട് ചോദിക്കുക, അത് ഞാൻ നിനക്ക് തരും. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഒരു വലിയ ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യനോടും ഇല്ല എന്ന് പറയരുത്. കാരണം 10-30 വർഷത്തോളമായി പ്രിയപ്പെട്ടവരെ ഞാൻ ദൈവവേല ചെയ്യുന്നു. ഇന്ന് വരെ എൻ്റെ കരം എൻ്റെ കർത്താവ് ശൂന്യമാക്കിയിട്ടില്ല. ഇന്ന് വരെ എൻ്റെ കർത്താവ് എൻ്റെ കരം ശൂന്യമാക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചാൽ എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഉടൻ തന്നെ തിരിച്ചു ചെന്ന് ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി ഭക്ഷണം വേണം. ഞാൻ അവന് വേഗം കൊണ്ടുപോയി അവിടുത്തെ ബാത്റൂമിൽ കയറ്റി അവനെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി. എൻ്റെ താടി കട്ട് ചെയ്യുന്ന ഒരു കത്രിക എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവൻ്റെ മുടിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി. ഞാൻ വൈകിട്ട് ഉപയോഗിക്കുന്ന, കിടക്കാൻ ഉപയോഗിക്കുന്ന എൻ്റെ ലുങ്കിയും എൻ്റെ ബനീനും അവനെ ഇടിയിച്ചു. കാവേരി ഹോട്ടലിൽ കൊണ്ടുപോയി അവന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിൽ അവൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് ചിക്കൻ ബിരിയാണി വേണം. ഞാൻ അവന് ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു. ആ ഹോട്ടലിൻ്റെ സപ്ലയർ എന്നോട് വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരാണ് ഇവൻ്റെ? ഞാൻ പറഞ്ഞു, സഹോദരനാണ്. ഉടൻ തന്നെ അദ്ദേഹം എൻ്റെ നേരെ പൊട്ടിത്തെറിച്ചു, ഇത്രയും കാലം നീയൊക്കെ എവിടെയായിരുന്നു എന്ന്. അപ്പോഴാണ് ഈ സഹോദരനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് പറയുന്നത്, ഇദ്ദേഹത്തെ പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചതാണ്. 6 വർഷമായി കാവേരി ഹോട്ടലിൽ നിന്ന് അവർ കൊടുക്കുന്ന എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ അന്തി ഉറങ്ങുന്ന ഒരു മനുഷ്യനാണ്. അവൻ്റെ പേര് രാജീവൻ എന്നാണ്. അവനെ ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഞാൻ അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടുന്ന് ഞാൻ അവരോട് പറഞ്ഞു, സാർ എനിക്കൊരു ലെറ്റർ തന്നാൽ ഞാൻ ഇവനെ എൻ്റെ കൂടെ കൊണ്ടുപോകും. ഉടൻ തന്നെ ആ പോലീസ് ഓഫീസർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവന് പ്രായപൂർത്തിയായി, നിങ്ങൾക്ക് വേണേൽ കൊണ്ടുപോകാം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും കൂടെ 6 ദിവസക്കാലം എൻ്റെ വീട്ടിൽ അവൻ താമസിച്ചു. യാതൊരുവിധ മാനസിക വിഭ്രാന്തിയില്ല. അത് കഴിഞ്ഞപ്പം ജോസ് മുണ്ടാടനച്ചൻ എന്നോട് പറഞ്ഞു, നിൻ്റെ വീട്ടിലല്ല അവനെ താമസിപ്പിക്കേണ്ടത്, ഈ ആശ്രമത്തിൽ കൊണ്ടുവരിക. അവനെ ജോസ് മുണ്ടാടനച്ചൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയാക്കി. ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഒരിക്കൽ ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പം എല്ലാ ദിവസവും അവിടുന്ന് മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകും. അന്ന് അവിടുത്തെ സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, രാജീവുണ്ട് ഭക്ഷണം കൊടുക്കാൻ, ബ്രദർ ഇന്ന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ആശുപത്രി വരുന്നു. ഞാൻ പറഞ്ഞു, ഞാനും വരുന്നു. അങ്ങനെ ഗവൺമെൻറ് ആശുപത്രി ചെന്നപ്പോൾ എല്ലാ പാത്രങ്ങളും ഞങ്ങൾ നിരത്തി വെച്ചു, ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പോഴേക്കും ഭക്ഷണം വാങ്ങാൻ 100 കണക്കിന് ആൾക്കാർ ലൈനായിട്ട് നിൽക്കുക. എൻ്റെ വെള്ളവസ്ത്രമായതുകൊണ്ട് സാമ്പാർ വിളമ്പണ്ട എന്ന് രാജീവൻ എന്നോട് പറഞ്ഞു. അവൻ സാമ്പാർ വിളമ്പാൻ നിന്നു. ഞാൻ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ ഞാൻ ചോറ് വിളമ്പി രാജീവൻ സാമ്പാർ ഒഴിച്ചു കൊടുത്തപ്പം ഒരല്പം കുറഞ്ഞുപോയി. ഒരു ചേച്ചി അവൻ്റെ അടുത്തേക്ക് വീണ്ടും പാത്രം നീട്ടിട്ട് പറഞ്ഞു, ബ്രദർ എനിക്ക് ഇച്ചിരി കൂടി സാമ്പാർ തരുമോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയം ആ നിമിഷം ഏതവസ്ഥയിലാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. ഞാൻ ഭക്ഷണം വിളമ്പുന്നത് നിർത്തി ഭക്ഷണം കൊണ്ടുപോയ വണ്ടിയിലേക്ക് ഞാൻ പോയി. അവിടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ചോദിച്ചു, എന്താ ബ്രദറെ എന്ന് ചോദിച്ചു. എനിക്ക് മറുപടി പറയാനായിട്ട് ഒന്നുമില്ലായിരുന്നു. ഞാൻ ആ വണ്ടിയിലിരുന്നു കുറേ സമയം എൻ്റെ കർത്താവിനെ ഒന്ന് ഓർത്തുപോയി. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിന്നെ ഞാൻ വിളിച്ചത് സമൂഹം ഉപേക്ഷിച്ച മനുഷ്യനെ സമൂഹ മധ്യേ ഉയർത്തി നിർത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ വരെ തെരുവിൽ കിടന്ന ഒരു സഹോദരനെ ഗവൺമെൻറ് ആശുപത്രി ഭക്ഷണം മേടിക്കാൻ വന്നവർ സഹോദര, ബ്രദർ എന്ന് വിളിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വലിയൊരു അനുഗ്രഹം കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്നു. അതുപോലെ തന്നെ ഒരമ്മയും മകളും മാവേലിക്കര റോഡ് സൈഡിൽ കിടക്കുകയാണ്. ഞാൻ കായംകുളത്ത് ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബ്രദറെ എന്തെങ്കിലും ആ കുടുംബത്തിന് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെല്ലുമ്പം ഒരു ഓട്ടോറിക്ഷയുടെ ഷീറ്റ് മാത്രം 4 കമ്പയിൽ വലിച്ചു കെട്ടി ഒരമ്മയും മോളും, മാനസിക രോഗിയായവർ. എന്നെ കണ്ടപ്പോഴത്തേക്ക് അയൽവക്കക്കാർ ഓടി വന്നിട്ട് പറഞ്ഞു, ഇവറ്റകളെ എവിടെയെങ്കിലും കൊണ്ടുപോവുക. ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ കണ്ടമാനം വേദനിച്ചു. പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വേദനിച്ച് നിൽക്കുക. എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, എന്ത് ചെയ്യണം എന്ന്.
ഇവരെ എന്ത് ആശ്വസിപ്പിക്കാനായിട്ട് എന്ത് വാക്ക് പറയാൻ പറ്റുമെന്ന് ചിന്തിച്ചു. ആ നിമിഷമാണ് എൻ്റെ കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു. മോനെ, നീ ഒരു കടയിൽ ചെല്ലുമ്പോൾ ഒരു ഉടുപ്പ് വാങ്ങാൻ ഏറ്റവും അധികം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ് നീ എടുത്തിട്ടു. ആ ഉടുപ്പിൻ്റെ വില നീ ചോദിച്ചു. ആ വില കൊടുക്കാൻ നിൻ്റെ കയ്യിലുണ്ട്. ആ ഉടുപ്പ് നീ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി, നീ ഇട്ട് നോക്കി, അത് കറക്റ്റാണ്. പക്ഷേ ആ ഉടുപ്പ് നീ ഇട്ട് ബട്ടൺസ് ഇടുന്ന സമയത്ത് അതിൻ്റെ ബട്ടൺസ് ഒരെണ്ണം ഇല്ല എങ്കിൽ നീ ആ പുതിയ ഉടുപ്പ് അവർ പറയുന്ന വില കൊടുത്തെടുക്കുമോ? ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ. ഉടൻ തന്നെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ആ ഉടുപ്പെടുക്കണം, നീ ആ ഉടുപ്പെടുക്കണം, വലിയ സന്തോഷത്തോടെ ആ ഉടുപ്പെടുക്കണം. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഞാൻ എൻ്റെ തമ്പുരാനോട് വീണ്ടും ചോദിച്ചപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നീ ചിന്തിച്ച് നോക്കുക. നിൻ്റെ ആ ജീവിതം ഞാൻ തിരഞ്ഞെടുക്കുന്ന സമയം ഒരു ബട്ടൺസ് പോലും ഇല്ലാത്ത ഒരു ഉടുപ്പായിരുന്നു നീ. ഞാൻ എൻ്റെ ജീവിതത്തോട് നിന്നെ ചേർത്ത് വെച്ചപ്പം ഇന്ന് നീ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഓർക്കുക. പിന്നെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല പ്രിയപ്പെട്ടവരെ. ഒരു ടാക്സി വിളിച്ചു. ഈ അമ്മയും മാളയും അവർക്കൊരു വീട് വെച്ച് കൊടുക്കാം എന്നുള്ളൊരു കള്ളം ഞാൻ അവരോട് പറഞ്ഞു. അവരെ ഞാൻ എൻ്റെ കാറിൽ കയറ്റി മൂലമറ്റം ബിഷപ്പ് വാലി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യിച്ചു. അവരുടെ ബന്ധുക്കളുമായി ഞാൻ കോണ്ടാക്ട് ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവരെ വേണ്ട എന്ന്. കാരണം ഇവരെപ്പോഴും റോഡിലൂടെ അലഞ്ഞ് നടക്കുകയാണ് അമ്മയും മോളും. അവരെ ഞാൻ മൂലമറ്റത്ത് അസീസി സ്നേഹാശ്രമത്തിൽ കൊണ്ടുചെന്നാക്കി. ഇന്ന് വരെ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ നിറഞ്ഞു നിൽക്കും. ആ സമയത്ത് അവരുടെ അമ്മച്ചി മരിച്ചുപോയി. അവരുടെ വിശ്വാസം അനുസരിച്ച് ആ അമ്മയെ അടക്കം ചെയ്തു. ഇന്നും ആ മകള് ജീവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ. അതുപോലെ തന്നെ അതിരപ്പള്ളി കാട്ടിൽ ഒരു ആദിവാസി സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെന്നെ വിളിക്കും, ബ്രദറെ ഇന്നയാൾക്ക് ഇന്ന അസുഖമാണ്. പ്രിയപ്പെട്ടവർ, പിന്നെ ഞാൻ ഒന്നും നോക്കുകയല്ല, ഞാൻ ഓടിച്ചെല്ലും. എന്താണോ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അത് അവർക്ക് ചെയ്തു കൊടുക്കുക എന്നതാണ്. അവരോട് ചെയ്തു കൊടുക്കുമ്പം അവർ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ട് എന്ന്. എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, കർത്താവ് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നത്. ഒരുപാട് വേദനകൾ, ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ ഈ ഓരോ കാര്യങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകാറുണ്ട് പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ നിന്നൊക്കെ. പക്ഷേ യേശു തരുന്ന ഒരു ആശ്വാസമുണ്ട്, യേശു തരുന്നൊരു സംരക്ഷണമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിൽ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെന്ന് പെടാറുണ്ട്. പക്ഷേ അവിടുന്ന് എല്ലാം കർത്താവ് എന്നെ രക്ഷിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും കുട്ടികൾ കോളേജിലൊക്കെ പോയിട്ട് പഠിക്കും, തെറ്റായ സ്നേഹബന്ധങ്ങളിലൊക്കെ ഏർപ്പെടും. അവസാനം അവർ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പം പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് ആത്മഹത്യ. ഞാൻ അറിയുമ്പോൾ ഞാൻ അവരോട് പറയും, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അങ്ങനെ നിരവധി പേരെ കർത്താവ് എൻ്റെ അടുത്ത് എത്തിച്ചു. ഒരാളോട് പോലും ഞാൻ നോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അവരെ ചേർത്ത് വെക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ചെയ്യാൻ പ്രേരണ തരുന്നത് ഒരിക്കൽ പോലും കുറ്റപ്പെടുത്താത്ത എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും. അവരും എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും ഞാൻ പറയും. ഇവിടെ ആദിവാസികളുടെ ഇടയിൽ അവൻ വളരെയേറെ നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. സാധുക്കളായ കുഞ്ഞുങ്ങളെ എല്ലാം കൊണ്ടുവരുന്നു, ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നു, അതിനൊക്കെ വേണ്ടുന്ന സഹായങ്ങളെല്ലാം അവൻ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ വലിയൊരു ശുശ്രൂഷയിലാണ് അവനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ ഒരു കരങ്ങളിലാണ് അവനെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. എൻ്റെ ഏക ആശ്രയം ചാലക്കുടി പള്ളിയിലെ നിത്യാരാധന, അതുപോലെ തന്നെ കൊരട്ടി പള്ളിയിലെ നിത്യാരാധന. എൻ്റെ കണ്ണുകൾ പലപ്പോഴും നിറയും വേദനകൾ കൊണ്ട്. പക്ഷേ എൻ്റെ കണ്ണ് നിറഞ്ഞത് ലോകത്തൊരാളും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ പോയിരിക്കും എൻ്റെ ഈശോയുടെ മുമ്പിൽ. കാരണം കർത്താവ് എന്നോട് പറഞ്ഞൊരു വചനമുണ്ട്, ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി ഉള്ളതെല്ലാം നിനക്ക് തരും. എനിക്കാവശ്യം സന്തോഷം, സമാധാനം, സ്വാതന്ത്ര്യം, രക്ഷ എന്താണോ അതെല്ലാം എൻ്റെ കർത്താവ് പ്രിയപ്പെട്ടവരെ ഇന്നീ നിമിഷം വരെ എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു വേദന ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. എൻ്റെ മോള് മരിക്കുന്ന സമയത്തും പലരും ചിന്തിച്ചു ബിജിയുടെ ശുശ്രൂഷ അതോടെ തീർന്നു എന്ന്. ഇല്ല, അതൊരു പുതിയ തലത്തിലേക്ക് ഉയർത്തുകയായിരുന്നു കർത്താവ്. തമിഴ്നാട്ടിലായിരുന്നപ്പോൾ ആദിവാസികളുമായിട്ട് ബന്ധപ്പെട്ട് സേവനം ചെയ്തിട്ടുണ്ടായിരുന്നു. കോനൂർ വന്നപ്പോഴാണ് ബിജി ജോസഫ് ആദിവാസികളുമായിട്ട് ബന്ധപ്പെട്ട് സേവനങ്ങൾ ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയാൻ പറ്റിയത്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് ആദിവാസികളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ഇടപെട്ടു. ഒട്ടേറെ ശുശ്രൂഷകൾ ഞങ്ങൾ ആദിവാസികളുടെ ഇടയിൽ ചെയ്യേണ്ടായി.
പിന്നെ അതുമാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പല പള്ളികളിലും ധ്യാനങ്ങൾ നടത്തുകയുണ്ടായി. പല യാത്രകൾ, മിഷൻ യാത്രകൾ ഞങ്ങൾ നടത്തുകയുണ്ടായി. ഓൾ ഇന്ത്യ മിഷൻ സെൻറ്ററുകളെല്ലാം തന്നെയും സന്ദർശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങൾ വിദേശത്തും യാത്ര ചെയ്യുകയുണ്ടായി. ബ്രദർ ബിജി ജോസഫിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നോ എന്ന് പറയുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ല. ഏതൊരു കാര്യത്തെയും പ്രാർത്ഥനയോടെ ചെയ്യാച്ച അത് നമുക്കത് ചെയ്യാം, നമുക്ക് എന്ന് പറയുന്നതല്ലാണ്ട് നെഗറ്റീവായ ഒരു സമീപനം അദ്ദേഹത്തിന് ഒരിക്കലുമില്ല. അദ്ദേഹത്തിന് പറ്റാത്ത ഇടങ്ങളിൽ നിന്ന് അദ്ദേഹം വിമർശിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരിക്കലും കണ്ടിട്ടില്ല. അവിടെ നിന്ന് മാറി തൻ്റേതായ ശൈലിയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. വളരെ ധൈര്യമുള്ള ഒരു സ്വഭാവമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ മാറി നിൽക്കുന്ന പല മേഖലകളിലും അദ്ദേഹത്തിനൊരു ഭയമില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ മാനസിക രോഗികളെ റോഡുകളിൽ നിന്നൊക്കെ പിടിക്കുമ്പോൾ രോഗികൾ വളരെ വയലൻ്റ് ആവാറുണ്ട്. വയലൻ്റ് ആകുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കൂട്ടത്തിൽ ധൈര്യത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുള്ളവർ മാറുമ്പോഴും ബിജി ജോസഫ് മാറാറില്ല. അദ്ദേഹം ആ മാനസിക രോഗിയെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ടൊക്കെയുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ട്. പലപ്പോഴും അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഈ മാനസിക രോഗികളിൽ നിന്ന് ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആദിവാസികളുടെ ഇടയിൽ പലപ്പോഴും ഈ വന്യജീവികളുടെ ഇടയിൽ ഒക്കെ പലപ്പോഴും ഞങ്ങളോട് അവിടെയുള്ള ആൾക്കാർ പോകരുത് എന്ന് പറഞ്ഞാലും പോകാനായിട്ടുള്ളൊരു ധൈര്യം, അത് ജീവൻ പണയം വെച്ചും തിരിച്ചു വരില്ല എന്ന് ഉറപ്പുണ്ടായാൽ പോലും പോകാനായിട്ടുള്ള ധൈര്യം പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. അത് എനിക്ക് പലപ്പോഴും ഉത്തേജകമായി തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതവും എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ യാത്രയിലുടനീളം എവിടെ പോയാലും വൈകിട്ട് ഉള്ള പ്രാർത്ഥനയും രാവിലെയുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ കുർബാനയും എല്ലാം ഞങ്ങളൊന്നും മുടക്കാതെ തന്നെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ശൈലി, അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു നിർബന്ധ ബുദ്ധി അക്കാര്യത്തിലുണ്ട് താനും. എപ്പോഴും ആർക്കും എന്തും ചെയ്യാനായിട്ട് ഒരു മനോഭാവം, സാമ്പത്തിക വരവ് നോക്കാതെ ചെലവ് ചെയ്യുന്ന ഒരു ശൈലിയുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഞങ്ങളെ എടുപ്പിക്കുന്ന ചില ഘടകങ്ങളിൽ ചിലതൊക്കെ അതാണ്. യാത്രകളിൽ അതുപോലെ തന്നെ ഭാഷ അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല. ഏതൊരു നാട്ടിൽ ചെന്നാലും ദൈവത്തിൻ്റെ ഭാഷ സംസാരിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു രീതി പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് നാടുകളിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ തമിഴ്നാട്ടിലൊക്കെ ധ്യാനത്തിന് ഞങ്ങൾ പോയിട്ടുണ്ട്, കർണാടകയിൽ ധ്യാനത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും ഭാഷ സത്യത്തിൽ കന്നഡയോ തമിഴോ ഒന്നും അറിയില്ല, എങ്കിലും അദ്ദേഹം അത് കൈകാര്യം ചെയ്യാനായിട്ടൊരു ധൈര്യം അദ്ദേഹം പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ നിങ്ങളോട് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ജീവിതത്തിൽ കർത്താവിനെ കണ്ടെത്തുമ്പോൾ കർത്താവ് നമുക്ക് തരുന്നൊരു ഓഫറുണ്ട്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന എല്ലാ മക്കൾക്കും പീഡനം ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ആ പീഡനത്തെ എല്ലാം അതിജീവിക്കാനുള്ള ശക്തി കർത്താവ് നിങ്ങൾക്ക് തരും. അതെൻ്റെ ജീവിതം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുന്നത്. സത്യമായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വേദന ഉണ്ടാകുമ്പോൾ, ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് ഒരു നിന്ദനങ്ങളോ ഒരു തിരസ്കരണങ്ങളോ ഒരു ഒറ്റപ്പെടുത്തലുകളോ ഉണ്ടാകുമ്പോൾ തളരരുത്. കർത്താവിനോട് ചേർന്ന് നിൽക്കണം. സത്യമായും കർത്താവ് നിങ്ങളെ അതിൽ നിന്ന് വിടുവിക്കുക തന്നെ ചെയ്യും. ഈ 10-30 വർഷക്കാലമായിട്ട് നിങ്ങൾ കരുതരുത് ഒരു വിജാതീയ കുടുംബത്തിൽ നിന്ന് വന്ന എനിക്ക് ഒരു വേദന ഉണ്ടായിട്ടില്ല. വേദനകളുടെ പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രാത്രിയിൽ കർത്താവിൻ്റെ കരത്തിൽ ചേർന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇന്നുവരെ ഉണ്ടായിട്ടുണ്ട്, നാളെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. എൻ്റെ ജീവിതത്തിലെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ, സന്തോഷം അനുഭവിക്കാൻ കർത്താവ് നിങ്ങൾക്ക് ഇടവരുത്തും. അതുകൊണ്ട് പ്രതിസന്ധിയിൽ കർത്താവിനെ വിട്ടുകളയരുത്, കർത്താവിനെ മുറുകെ പിടിക്കണം. യേശുവാണ് നമ്മുടെ ജീവിതത്തിലെ നാഴികക്കല്ലായിട്ട് നിങ്ങൾ മാറ്റേണ്ടത്. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് എൻ്റെ ഈ ജീവിതം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ ഇന്നു മുതൽ പ്രാർത്ഥിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചേർത്ത് വെക്കണം. തുടർന്നുള്ള എൻ്റെ ശുശ്രൂഷകൾ എൻ്റെ ജീവിത അവസാനം വരെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി മാത്രം ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എൻ്റെ ശുശ്രൂഷകളിൽ എന്നെ സഹായിക്കുന്ന, പല വിധത്തിൽ എന്നെ സഹായിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ
അവർ എന്നോട് ചേർന്ന് നിൽക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഇടയാക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഭവങ്ങളുടെ തീരാ കാഴ്ചകൾ. ഒന്ന് തീരുന്നിടത്ത് നിന്ന് മറ്റൊന്ന്. വഴികൾ ഏറെയാണ്. യാത്രകളിലൊക്കെയും പതിയിരിക്കുന്ന കല്ലും മുള്ളും തനിക്കു മുമ്പേ വിളക്കുമായി തൻ്റെ പൊന്നു തമ്പരാൻ വകഞ്ഞു മാറ്റി വഴിതെളിക്കുമ്പോൾ അതിലൂടെ നടക്കാൻ ആവേശമാണ്. അതിൻ്റെ ആത്മസന്തോഷം ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കണമേ എന്ന് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളും. ഞാൻ ഡോക്ടർമാരെ മാറി മാറി കണ്ടു. 5 ഡോക്ടർമാരെ ഞാൻ കണ്ടു. ഇവർ 5 പേരും പരിശോധിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെന്ന്. പക്ഷെ എൻ്റെ പ്രശ്നം എനിക്ക് ഭൂമുഖത്തൊരു മനുഷ്യനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഞാൻ നാളെ ഞാൻ ഉണ്ടോ എന്നതാണ് ഇന്ന് എൻ്റെ പ്രശ്നം. ആ രീതിയിലായിപ്പോയി എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ. ശരിക്കും ആ പാട്ടിനെ വിലയിരുത്താനുള്ളൊരു യോഗ്യത ഉണ്ടായിട്ടോ അതിന് ഉള്ള കഴിവുണ്ടായിട്ടോ ഒന്നുമല്ല. എങ്കിലും അനിലേട്ടൻ വരും. അനിലേട്ടൻ വന്നിട്ട് ആ പാട്ടൊന്ന് കേൾപ്പിക്കും. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ.